اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة في رواية وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. മുസ്ലിങ്ങളായി ഞാനടക്കമുള്ള എല്ലാവരെയും പരമായി മുസ്ലിങ്ങളിൽ നിന്ന് രണ്ട് വചനങ്ങളാണ് ഞാൻ പഠിച്ചത്. ഉമ്മയിന്നക്കും പഴയതാരിക്കലമയ്യത്തും ദുനിയാവിൽ കുറെ കാലം നാം ജീവിച്ചതിന് ശേഷം നാം മരണപ്പെട്ടു പോകുന്നു. ഉമ്മയിന്നക്കും യൗമൽ ഖിയാമത്തിൽ തബഅസൂൻ. അനന്തരം തീർച്ചയായും നിങ്ങൾ അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടും. മരണാനന്തര ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട ചില കർമ്മങ്ങളെ കുറിച്ചാണ് ഇതിലെ പരാമർശം എന്നതുകൊണ്ടാണ് ഈ രണ്ട് വചനങ്ങൾ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അള്ളാഹു റസൂലും അള്ളാഹുവിന്റെ ദീനാണ് ഇസ്ലാം എന്ന മതം. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അത് പ്രബോധനം ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം, വേറെ ആർക്കും അതിൽ അവകാശമില്ല. മാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്താഅ ഖൗമിൻ മാ അർസൽനാ മിർ റസൂലിൻ. ഒരു പ്രവാചകരെ നാം അയച്ചിട്ടില്ല അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അനുസരിക്കപ്പെടാനല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കും. പക്ഷെ ഇസ്ലാമിന്റെ പേരില് ഇവിടെ നിർമ്മിക്കപ്പെട്ടതും സംഘടിപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള പല സംഘടനകളും പ്രസ്ഥാനങ്ങളും യഥാർത്ഥത്തില് ഇസ്ലാമിനെ അല്ല, ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ പോലും ശരി, അവർ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമല്ല. ചില ആളുകളെ വലുതാക്കി വെക്കാനും ചിലരുടെ വലുപ്പം അങ്ങേയറ്റം ഉയർത്തിക്കാട്ടാനും വേണ്ടി, അല്ലെങ്കിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പലരും പല സംഘടനകളും ഉണ്ടാക്കി എന്നതിൽ കവിഞ്ഞിട്ട് സത്യമായും ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന വിഭാഗം ആളുകൾ സമൂഹത്തിൽ വളരെ കുറവാണ് എന്നത് പറയാതിരിക്കാൻ ഉപകാരമില്ല. ഞാൻ ഈ ഒരു മാസികമായിരുന്നു വേദദർശനം എന്ന് പറഞ്ഞിട്ട് ചേകനൂരിന്റെ ആൾക്കാര് അവര് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസിക. അത് നോക്കിയാൽ ഖുർആനൊക്കെ നമ്മളാണ് പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, കഅബയെ ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അല്ല, ഒരു വാദമാണ്. ഇന്ന അവല ബൈത്തിൽ
മുലിയലിന്നാസെ എന്ന് പറയുന്ന ഈ ബൈത്ത് വീട് അത് കഅബയല്ല, അത് ഇസ്ലാമിക ദർശനത്തിനാണ് ബൈത്ത് എന്ന് പറയാം. ലോകത്ത് ആരും പറയാത്ത ഈ ജാതി ഓരോ വിഡിത്തം പറഞ്ഞിട്ട് എഴുതി വിട്ടേക്ക. അതേമാതിരി മക്കയില് അള്ളാഹുവിന്റെ റസൂലല്ലാതെ ഒരു പ്രവാചകനും വന്നിട്ടില്ല. ശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നതാണ്. ഒരു പട്ടണം, ഒരു ഗ്രാമമില്ല ഒരു പ്രവാചകൻ കഴിഞ്ഞു പോകാത്ത. ഒരു പ്രവാചകൻ കഴിഞ്ഞു പോകാത്ത ഒരു സമൂഹമില്ല. ഈ പട്ടണവും സമൂഹത്തെ മക്കയിലുണ്ടല്ലോ. എന്നിട്ട് രേഖപ്പെടുത്തി വെച്ചതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഒരു പ്രവാചകനും മക്കയിൽ വന്നിട്ടില്ല. കഅബയെ ഉണ്ടാക്കിയ ഇബ്രാഹിം നബിയല്ല. ഇതിനൊക്കെ ഒരാളെ മാസികന്ന് മറുപടി ചെയ്താണ് എനിക്ക്. പക്ഷെ ഞാനത് വായിച്ചു നോക്കുമ്പോൾ കിട്ടിയത് അപ്പൊ അതാണ് ഇസ്ലാമികമായിട്ട് ഇവിടെ പ്രചരിപ്പിക്കുന്ന പലതും തോന്നിവാസങ്ങളാണ്. ഇസ്ലാമിന്റെ പേരിൽ നന്മ ഉദ്ദേശിച്ചല്ല, ഓരോരുത്തർക്ക് വലുതാൻ വേണ്ടി ഓരോന്ന് എഴുതി വിടുന്നു എന്നതിൽ കവിഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ നമ്മളത് കേട്ട് കണ്ടിച്ച കാര്യമാണെങ്കിൽ പോലും ശരി, പാഠങ്ങൾ ഒരുപാട് പഠിക്കാണ്ട്. മയ്യത്ത് ധൃതിയിൽ പോകാൻ കൽപ്പിച്ചു, നബി കൊണ്ടുപോകാൻ. അത് നമ്മൾ നിർവഹിക്കുന്നില്ല. നല്ല പോകും അങ്ങനെയുള്ള മയ്യത്തുണ്ടോന്നും മറ്റേ പട്ടാളക്കാരൻ മരിക്കുമ്പോൾ അങ്ങനെ അടിവെച്ച് കൊണ്ടുപോകണമായിരിക്കും. ഇതേമാതിരി നമ്മളെ മയ്യത്തുണ്ടായാലും പറമ്പിലൊക്കെ നമ്മൾ കാണാം മരിച്ച മയ്യത്ത് ഓടുന്ന എന്താ അവിടുത്തെ സുന്നത്ത് അതാണ്. അപ്പൊ ഇസ്ലാമിലെ സുന്നത്തിനെ നമ്മൾ ഒഴിവാക്കാണ്. എന്നിട്ട് നമ്മൾ പേര് അവരുടെ സുന്നത്തി വൽ ജമാഅ, എന്ത് ജമാഅ പേര് അവരുടെ സുന്നത്തി വൽ ജമാഅത്തോട് കാര്യമുണ്ട്. ഒന്നത്. രണ്ട്, മയ്യത്ത് നിശബ്ദമായിട്ട് കൊണ്ടുപോകാനാ അള്ളാഹുവിന്റെ റസൂലും കൽപ്പിച്ചത്. മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ കക്ഷിവേദം തന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്റും അർക്കം ചെല്ലൽ വിധേയത്താന്ന് പറയും. അത് നമുക്ക് സുന്നത്തും. പിന്നെ എന്താണ് ഈ മോലക്കുളം മൈതാനി എന്ന് പറയണ മാതിരി ആരെങ്കിലും പറഞ്ഞ നമുക്ക് പോലെ കുറ്റം പറയാൻ പറ്റുമോ? അവര് സുന്നത്ത് വൽ ജമാഅത്താണ്. മോലക്കുളം മുതലില്ല, മൈതാനില്ല. ഇതേമാതിരി അവർ സുന്നത്തുമില്ല, ജമാഅത്തുമില്ല. തോന്നിയത് ഓരോരുത്തർക്കും ഭൗതികമായിട്ട് സമ്പാദിക്കാൻ എന്തൊക്കെ പറ്റും അതിനൊക്കെ ഓരോ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ ഏർപ്പാടുണ്ടാക്കി വെച്ചാൽ ഇവിടെ നടത്താം. ഇതിനപ്പുറം. അപ്പൊ ഇതാണ്. അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന എന്താന്ന് വെച്ചാല് ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒരുപാട് മര്യാദകളുണ്ട്. ഞാൻ ദിക്റിനെ പറ്റിയല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മയ്യത്ത് എങ്ങനെ കൊണ്ടുപോകണമെന്നാ പണ്ഡിതന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. ഇമാം ഷൗക്കാനി ഈ വിഷയത്തിൽ പറഞ്ഞ ഗാദുമാനത്തില് ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാം അഭിപ്രായം ഉള്ളത്. وكان إذا صلى على ميت تبعه إلى المقابر ماشيا أمامه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുകയാണെങ്കിൽ ഇലൽ മഖാബിർ, ആ മയ്യത്തിനെ നബി പിന്തുടരും. മാഷിയൻ അമാമോ, ആ മയ്യത്തിന്റെ മുന്നിലാണ് പ്രവാചകൻ നടക്കാറുള്ളത്. അപ്പൊ മയ്യത്തേറ്റ് പോകുമ്പോ മുന്നിൽ നടക്കലാണോ സുന്നത്ത്, പിന്നിൽ നടക്കലാണോ, വലതുഭാഗത്ത് നിൽക്കലാണോ, ഇടതുഭാഗത്ത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ശൂന്യമായിട്ടുള്ള മസലയാണ്, തള്ളിക്കളയാതെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന വിഷയങ്ങൾ അതൊക്കെ. എവിടെ നടക്കലാ സുന്നത്ത്? അപ്പൊ റസൂലുള്ള അറിയുന്നത് അമാമവും മുന്നിലാണ്. സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ പ്രവാചകന് ശേഷമുള്ള ഖലീഫമാരുടെ ചര്യയും മയ്യത്തുമായി നടക്കുമ്പോൾ മുന്നിൽ നടക്കുക എന്നതാണ്. എന്നാൽ ഒരാൾ വാഹനത്തിലാണ് മയ്യത്തിനെ പിന്തുടരുന്നതെങ്കിൽ അദ്ദേഹം മയ്യത്തിന്റെ ഏറ്റവും പിന്നിലാണ് സഞ്ചരിക്കേണ്ടത്, മുന്നിലല്ല.
മാസിയൻ അന്യപൂന കരീബമില്ല. ഇനൊരാൾ മയ്യത്തിന്റെ ഒപ്പം നടക്കുകയാണെങ്കിൽ മയ്യത്തിനോട് അടുത്ത് നടക്കണം. അതാ സുന്നത്ത്. ഇമ്മാ ഖൽഫഹ ഔ അമാമഹ ഔ യമീനിഹ ഔ അൻ ശിമാലിഹ ഔ അൻ യമീനിഹ ഔ അൻ ശിമാലിഹ. ഇടത്ത് ഭാഗത്തൂടെ നടന്നാലും വലത്ത് ഭാഗത്തൂടെ നടന്നാലും മുന്നിലൂടെ നടന്നാലും പിന്നിലൂടെ നടന്നാലും മുന്നോ പിന്നാലും പ്രത്യേകമായിട്ടൊന്നും ഇല്ല എന്നാ ഇത് പറയുന്നത്. അപ്പോ ഖലീഫമാരൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ശരി, അതിന് നബി പ്രത്യേക പുണ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മയ്യത്തിന്റെ വലതു ഭാഗത്ത് നടക്കാം, ഇടതു ഭാഗത്ത് നടക്കാം, മുന്നിൽ നടക്കാം, പിന്നിൽ നടക്കാം. പക്ഷെ മയ്യത്തിനോട് അടുക്കലാണ് അതിന്റെ പ്രതിഫലം. അതാണ് നീ പറയുന്നത്. അമ്മ ലബീബുന്നാസിൽ യൗമ ഖുതുവത്തൻ എന്നാല് ഓരോ അടി വെച്ചിട്ട് എഴഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുന്ന സമ്പ്രദായം, ഇന്ന് നടക്കുന്ന സമ്പ്രദായം പ്രവാചകന്റെ ചര്യയ്ക്ക് വിരുദ്ധവും അനാചാരവും പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധവുമാകുന്നു അത്തരം സമ്പ്രദായം. എല്ലാ മയ്യത്തും ഉണ്ടാവല്ലേ ഇദ്ദേഹത്തെന്ന് ഇങ്ങനെ മയ്യത്ത് ഉറുമ്പ് ഇഴഞ്ഞു നടക്കുന്ന മാതിരി ഇഴഞ്ഞു കൊണ്ടുപോകുന്നവരെ നേരെ അബൂബക്കർ ചാട്ടവാറ കൊണ്ട് അടിച്ചിരുന്നു എന്നാണ് ഗാദുൽ മആദിൽ അതിന് 1-ാം വാല്യം 517-ാം പേജിൽ ഇബ്നു ഖയ്യിം പറയുന്നത്. അതുപോലെ ആ റാക്കിബു യസീറു ഖൽഫൽ ജനാസ വേറെ ഹദീസില് തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. വാഹനക്കാരനെ എവിടെ നടക്കണം? ജനാസയുടെ പിന്നിലാണ് നടക്കേണ്ടത്. മയ്യത്തിന്റെ ഒപ്പം നടന്നു പോകുന്നതിന് മയ്യത്തിന്റെ മുന്നിലും നടക്കാം, പിന്നിലും നടക്കാം. മയ്യത്തിന്റെ വലതുഭാഗത്തും നടക്കാം, ഇടതുഭാഗത്തും നടക്കാം. കരീബൻ പക്ഷെ മയ്യത്തിനോട് അടുത്തായിരിക്കല സുന്നത്ത്, മുന്നിലോ പിന്നിലോ എന്നുള്ളതല്ല. അതുപോലെ ജനാസ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ഈ ബഹുമാനം എന്നുള്ളത് നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു അവകാശമല്ല. നമ്മുടെ കാരണമുണ്ട്. പഴയ കാലത്ത് ഈ വർഗീയത നീങ്ങാത്ത കുറെ വയസ്സന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഏതെങ്കിലും ഒരു അരിജനേക്കാൾ വയസ്സ് 100 ആയിട്ടുണ്ടാവും. അവരെ കാണുമ്പോഴൊക്കെ നമ്മളെ അവരെവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതിനൊക്കെ അവരൊരു വെറുപ്പോട് കൂടി നോക്കുന്ന സമ്പ്രദായം. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. മയ്യത്ത് ആരെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് കിടന്ന കാരണം എന്താ? ഒലക്കത് കറന്ന ബനിയാദം. ഇസ്ലാമും ഈമാനൊക്കെ പരലോകത്ത. പക്ഷെ ഭൗതികമായിട്ട് നമുക്കൊക്കെ കുറെ മര്യാദകളുണ്ട്. ആ മര്യാദ എല്ലാ സമൂഹത്തോടെ നമ്മൾ പാലിക്കണം. അവിടെയാണ് ഈ വർഗീയതയിൽ മറ്റൊക്കെ പ്രശ്നം വരാം. വിവരമുള്ള ഒരാള് ഒരു പണ്ഡിതനാണെങ്കിൽ അത് വേറെ ഏത് വിഷയത്തിലാണെങ്കിലും ശരി അയാൾ വിവരം വകവെച്ചു കൊടുക്കണം. അതാണ് യാഥാർത്ഥ്യം. അത് മറ്റവരാണ്, അത് കാഫറാണെന്ന് പറഞ്ഞിട്ട് അതല്ല ഇസ്ലാം. ഇസ്ലാം പറഞ്ഞാല് ഖുർആൻ പറഞ്ഞെന്താണ്? ജനങ്ങളെ നീതി കൊണ്ട് കൽപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. നീതിപരമായി ജീവിക്കുകയും നീതിയോടുകൂടി ജനങ്ങളെ വർത്തിക്കുകയും നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന അന്യ മതവിശ്വാസികൾ, അവരെ കൊല്ലല്, നീതി കൊണ്ട് കൽപ്പിക്കുന്നവരെ കൊല്ലുന്ന ആളുകൾക്ക് വലിയ വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഏത് വിഭാഗമായിരുന്നാലും ശരി അയാളുടെ പ്രായത്തെ ആദരിക്കണം. മരിക്കണമെങ്കിൽ ഇപ്പൊ ഒരു പറയന്റെ മയ്യത്താണ് കൊണ്ടുപോകണമെങ്കിൽ, രാത്രി കെട്ടി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എഴുന്നേറ്റിക്കണമെന്ന ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത്. ഇതാ ജനാദത്തൻ വൈകല്യത്തിൽ മാറ്റിയൻ നിങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുന്നതായി കണ്ടു. ആ മയ്യത്തിന്റെ ഒപ്പം നിങ്ങൾ നടക്കാത്തവരാണെങ്കിൽ ആ മയ്യത്ത് നിങ്ങളെ പിന്നിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ മയ്യത്ത് നിങ്ങളെ
പിന്നിടുന്നത് വരെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. എന്നിട്ട് കുറച്ചാൽ പോയാൽ ഇരിക്കാം. അത് തൂല, അല്ലെങ്കിൽ ആ മയ്യത്ത് വെക്കപ്പെടുന്നത് വരെ. മറ്റൊരു റിപ്പോർട്ടില് ഇതാ അയക്കുമ്പോൾ ബുഖാരി മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു ജനാസകൾ കണ്ടു, ആ ജനാസ നിങ്ങളെ പിന്നിടുന്നത് വരെ, അല്ലെങ്കിൽ ആ ജനാസ നിലത്ത് വെക്കുന്നത് വരെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. മറ്റൊരു ഹദീസുമായി നബി സഅീദ് ഖുദരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ തഖൂമു, നിങ്ങളൊരു ജനാസ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. വമൻ തബിഅഹ, വല്ലവനും ജനാസയെ പിന്തുടരുന്നുവെങ്കിൽ ആ മയ്യത്ത് വെക്കുന്നത് വരെ നിങ്ങൾ ഇരിക്കരുത്. അതും മുത്തഫഖുൻ അലൈഹി, ബുഖാരിയും മുസ്ലിമും സംയുക്തമായ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ട് ജാബിർ റളിയല്ലാഹു മർറബിന ജനാസത്ത്, ഞങ്ങൾ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോകപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ജനാസ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, അത് മുസ്ലിമിന്റെ ജനാസയൊന്നുമല്ല, അതൊരു യഹൂദി മരിച്ചതാണ്. നബി പറഞ്ഞു, ഇതാ ജനാസത്തെ ഫഖൂമു, നിങ്ങൾ ജനാസ, നബി യഹൂദിയാണെന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ നബി പറഞ്ഞിട്ട്, നിങ്ങൾ ജനാസ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. അതാണ് നമ്മളിവിടെ മരിച്ചെടുത്ത് നമ്മളെ മുതലാളിത്തം. തങ്ങന്മാര് മരിച്ച വഫാത്തായ മരിച്ചതല്ല, കാപ്പർ മരിച്ച ചായല, എല്ലായിടത്തും ഉണ്ട് ഈ ഏർപ്പാട്. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, മരിച്ചിടത്തുണ്ട് മുതലാളിത്തം. അപ്പൊ ഈ നിലക്ക് ഓരോ ഏർപ്പാട് ഓരോ കാലഘട്ടത്തിലും ഓരോ യാതി നടത്താനാണ് ആൾക്കാർ. അപ്പൊ അത് യഹൂദിന്റെ ജനാസയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ, അയാൾ നമുക്ക് കേരള കട്ടിലാണത്. അതാണ് എല്ലാവർക്കും ആ ഈ കടമ്പ ആർക്കും നിരോധിക്കപ്പെട്ടതല്ല, എല്ലാവർക്കും വരാനുള്ള ഒരു അവസ്ഥയാണ്. ഈ വിഷയത്തിൽ ഒരു ഹദീസ് കൂടിയും അതുപോലെ രണ്ട് സഹാബിമാരാണ്. അവര് രണ്ടുപേരും കാദസിയ എന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോകുന്നത്. അവര് രണ്ടുപേരെ എഴുന്നേറ്റ് നിന്നു. ഒരു രണ്ടുപേരെ എഴുന്നേറ്റ് നിന്നപ്പോ വേറൊരാൾ പറയാം, അവരോട് പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ മറ്റൊരു സഹാബി പറഞ്ഞു, ഇന്ന ഉമ്മ നിന്നഹിലില്ലാതെ ഇവിടോ സുഹൃത്തുക്കളെ, ഇത് മുസ്ലിമിന്റെ മയ്യത്തൊന്നും അല്ലാതെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റെയാണ്. അതായത് ദിമ്മിപ്പെട്ട, അതായത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ നികുതി കൊടുത്തിട്ട് ജീവിക്കുന്ന ഒരു അവിശ്വാസിയുടെ ജനാസയാണ് ഒഴിവായത്. എന്നിട്ടാണ് നിങ്ങളെന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? അപ്പോൾ അവർ രണ്ടുപേരും കൂടി പറഞ്ഞു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്ത് ഈ ജനാസത്തുൽ ഫഖാമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലൂടെ ജനാസ കൊണ്ടുപോയപ്പോഴൊക്കെ നബി എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. വഖീലഹു, അങ്ങനെ ഒരിക്കൽ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നപ്പോൾ നബിയോട് പറയപ്പെട്ടു, സഹാബികളിൽ ആരോ പറഞ്ഞു, ഇന്നഹു ജനാസത്തു യഹൂദിയൻ, നബിയെ അത് യഹൂദിയുടെ ജനാസയാണ്, അതുകൊണ്ട് എഴുന്നേറ്റ് ആദരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞെന്താ, അലൈസത്ത് നഫ്സൻ, എന്താ യഹൂദി ഒരു മനുഷ്യനല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം മനുഷ്യനല്ലേ? ഈ നിലക്ക് നിന്ന് വേറെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് അവർ ആചരിക്കുന്നവരൊക്കെ ഇസ്ലാമികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ യഹൂദിന്റെ മയ്യത്താണെന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, അയാൾ മനുഷ്യനല്ലേ ചോദിച്ചു. അപ്പൊ ഈ നിലക്ക് ജനാസ കാണുമ്പോൾ അത് ആരുടെ ജാതി നോക്കാതെ ആ ജനാസ മയ്യത്ത് കാട്ടലിനെ ആദരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രവാചകന്റെ ഒരു ചര്യയിൽപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനും മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കുവാനും സർവശക്തനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും